വാർത്തകളിലേക്ക് വിശദമായി. SFI പ്രതിഷേധങ്ങളെ വെല്ലുവിളിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എത്തിയതോടെ കനത്ത സുരക്ഷയിലാണ് കാലിക്കറ്റ് സർവകലാശാല. സർവകലാശാലയ്ക്ക് അകത്തും പുറത്തുമായി 200ഓളം പോലീസുകാരെയാണ് സുരക്ഷയ്ക്കായി വിന്യസിച്ചിട്ടുള്ളത്. മലപ്പുറം SP S ശശിധരൻ ഇന്നലെ രാത്രി മുഴുവൻ സർവകലാശാലയിൽ താമസിച്ചാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്തിയത്. സർവകലാശാല ഗസ്റ്റ് ഹൌസിൽ താമസിക്കുന്ന ഗവർണർ ഇന്ന് 11 മണിയോടെ സ്വകാര്യ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി കോഴിക്കോട്ടേക്ക് തിരിക്കും. ഉച്ചയ്ക്ക് 2 മണിയോടെ തിരികെ എത്തുന്ന ഗവർണർക്ക് നേരെ SFI കൂടുതൽ പ്രതിഷേധ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. മലപ്പുറം, കോഴിക്കോട് ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരിക്കും പ്രതിഷേധം. വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയെ വെറുതെ വിട്ട വിധിക്കെതിരെ അപ്പീൽ നൽകാനുള്ള കത്ത് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ നാളെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ നൽകും. കേസ് ഡയറി DGPയുടെ ഓഫീസിന് കൈമാറാനും നിർദ്ദേശം നൽകും. വിധി സംബന്ധിച്ച് ഇടുക്കി SPയും ജില്ലയിലെ പബ്ലിക് പ്രോസിക്യൂട്ടർമാരും DYSPമാരും അന്വേഷണ ഉദ്യോഗസ്ഥരും യോഗം ചേർന്ന് വിശകലനം ചെയ്തു. വാളയാർ പെൺകുട്ടികളുടെ കുടുംബവും സമരസമിതി പ്രതിനിധികളും അഭിഭാഷകരും ഉച്ചയ്ക്ക് ശേഷം വണ്ടിപ്പെരിയാറിലെ വീട്ടിലെത്തുന്നുണ്ട്. ഇതിനിടെ വിധിക്കെതിരെ പ്രതിഷേധവുമായി യുവമോർച്ച മഹിളാ സംഘവും വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ചും നടത്തും. സംസ്ഥാന പോലീസ് മേധാവിയുടെ ഔദ്യോഗിക വസതിക്കുള്ളിൽ കയറി മഹിളാ മോർച്ച പ്രവർത്തകർ പ്രതിഷേധിച്ച സംഭവത്തിൽ അന്വേഷണത്തിന് ഒരുങ്ങി പോലീസ്. സുരക്ഷാ വീഴ്ച നടന്നിട്ടുണ്ടോ എന്നതടക്കം പരിശോധിക്കും. DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ് വസതിക്കകത്ത് ഉള്ളപ്പോഴായിരുന്നു പ്രതിഷേധം. പ്രവർത്തകർക്കെതിരെ പോലീസ് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുത്തിരുന്നു. നവകേരള സദസ്സ് ഇന്ന് പത്തനംതിട്ടയിൽ രാവിലെ സെയിന്റ് സ്റ്റീഫൻസ് ചർച്ച് ഹാളിൽ പ്രഭാത യോഗം നടക്കും. 11 മണിയോടെ പത്തനംതിട്ട ജില്ലാ മുനിസിപ്പൽ സ്റ്റേഡിയത്തിലാണ് ആറന്മുള മണ്ഡലത്തിലെ നവകേരള സദസ്സ് നടക്കുക. തുടർന്ന് റാന്നിയിലും കോന്നിയിലും സദസ്സുണ്ടാകും. വൈകിട്ട് അടൂരിലാണ് സമാപനം. പ്രതിഷേധങ്ങൾ കണക്കിലെടുത്ത് വൻ സുരക്ഷാ സന്നാഹമാണ് പത്തനംതിട്ടയിലും ഒരുക്കിയിട്ടുള്ളത്. പാർലമെന്റ് പുകയാക്രമണ കേസിൽ പ്രതികളുടെ മൊഴികൾ തള്ളി പോലീസ്. യാദൃച്ഛികമായ കൂടിച്ചേരലാണ് കൂട്ടായ്മയുടെ ഭാഗമായി ഉണ്ടായത് എന്ന വാദം അംഗീകരിക്കാൻ ആകില്ല എന്ന നിലപാടിലാണ് പോലീസ്. പിന്നിൽ ദേശവിരുദ്ധ ശക്തികളുടെ ഇടപെടൽ ഉണ്ട് എന്നാണ് നിഗമനം. പ്രതികളുടെയും ബന്ധുക്കളുടെയും ചില സംഘടനകളുടെയും സാമ്പത്തിക ബന്ധങ്ങളിൽ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. R രാധാകൃഷ്ണൻ നൽകും ഡൽഹിയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ. ആർക്ക് യാദൃച്ഛികമായി കൂടിച്ചേർന്നതല്ല ഈ സംഘമെന്ന് പോലീസ് എന്തുകൊണ്ട് സംശയിക്കുന്നു? ഈ മൊഴികളിൽ എന്ത് വൈരുദ്ധ്യമാണ് പോലീസ് സംശയിക്കുന്നത്? മൊഴികളിൽ ഈ പ്രതികൾ നാടകീയത നിലനിർത്തുന്നു എന്നുള്ളതാണ് പോലീസ് പ്രധാനമായിട്ടും പറയുന്നത്. ഏതെങ്കിലും സാഹചര്യത്തിൽ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വസ്തുതകൾ വെളിപ്പെടുത്തുക എന്ന താല്പര്യത്തോടു കൂടിയല്ല ഈ പ്രതികൾ മൊഴികൾ നൽകുന്നത്. മറിച്ച് പോലീസിനെ വിശ്വസിപ്പിക്കുക അഥവാ അന്വേഷണ സംഘത്തെ തെറ്റിദ്ധരിപ്പിക്കുക എന്നതാണ് ഈ മൊഴികളുടെ ലക്ഷ്യം എന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. കാരണം ശാസ്ത്രീയ പരിശോധനയുമായി ബന്ധപ്പെട്ട ലഭിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ അത് ഈ നൽകുന്ന മൊഴികളുമായി യോജിക്കുന്നതല്ല എന്ന് പോലീസ് പറയുന്നു. ഇതിൽ വലിയ സംശയത്തിന് കാരണമാകുന്നത് പ്രതികൾ ഇക്കാര്യങ്ങളെല്ലാം പറയുമ്പോഴും തങ്ങൾ ചെയ്ത എന്ന് അവകാശപ്പെടുന്ന കാര്യങ്ങളെക്കുറിച്ച് തുടർന്നും തങ്ങളുടെ പങ്ക് അംഗീകരിക്കുമ്പോഴും മൊബൈൽ ഫോണുകൾ അടക്കം നശിപ്പിച്ചത് എന്തിനാണ് എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള വ്യക്തത നൽകാനായിട്ട് പ്രതികൾക്ക് സാധിക്കുന്നില്ല. ഇതാണ് ഈ അന്വേഷണ സംഘം ഇതിന് കാരണമായി പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത്. മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന അന്വേഷണവുമായി ബന്ധപ്പെട്ട് അഥവാ മൊബൈൽ ഫോൺ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടന്നാൽ പ്രതികൾ പറയുന്ന കാര്യങ്ങളിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് സ്ഥാപിക്കപ്പെടും. ഇത് ബോധ്യപ്പെട്ടുകൊണ്ടാണ് ഈ വിധത്തിൽ ലളിത് ഷായുടെ നേതൃത്വത്തിൽ മൊബൈൽ ഫോൺ പൂർണ്ണമായിട്ടും അത് ഇല്ലാതാക്കുന്ന സമീപനം ഉണ്ടായത്. ഇതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ വിവരശേഖരണം നടത്തി വരികയാണ് ഡൽഹി പോലീസ്. പ്രതികളുടെ ഭാഗത്തു നിന്നുള്ള മൊഴി രേഖപ്പെടുത്തുന്ന നടപടികൾ ഏതാണ്ട് പൂർത്തിയായി എന്ന് പറയാം. കസ്റ്റഡിയിൽ ലഭിച്ചിരിക്കുന്ന പ്രതികളെ ഒരുമിച്ച് ചെയ്യുന്ന നടപടികളിലേക്കും പോലീസ് കടന്നിട്ടുണ്ട്. ഒപ്പം ഈ തെളിവ് ശേഖരിക്കുന്നതിന്റെ ഭാഗമായി വിവിധ ഇടങ്ങളിൽ കൊണ്ടുപോയി തെളിവെടുക്കാനായിട്ടുള്ള നടപടികളും ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. വളരെ രഹസ്യമായിട്ട് അഥവാ ഏറെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് ഈ തെളിവെടുപ്പ് നടപടികൾ ഇനി ഉണ്ടാകാനായിട്ട് പോകുന്നത്. പാർലമെന്റ് നടപടികൾ നാളെയാണ് പുനരാരംഭിക്കുന്നത്, 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം. ആ ഘട്ടത്തിൽ സ്പീക്കർ ഇന്നലെ ഒരു കത്ത്
അംഗങ്ങൾക്ക് എല്ലാവർക്കും നൽകിയിരുന്നു. ഈ പാർലമെന്റിലെ അച്ചടക്ക നടപടി അടക്കം ഉള്ളവ വിവരിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കത്ത്. അദ്ദേഹം പറഞ്ഞത് ഈ അച്ചടക്ക നടപടി എടുത്തത് പാർലമെന്റിന്റെ ആ ഒരു അന്തസ്സ് അത് ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നതായിരുന്നു. മാത്രമല്ല അന്വേഷണ സമിതി രൂപീകരിച്ചു. ഇതടക്കമുള്ള കാര്യങ്ങൾ മുൻനിർത്തി സമാധാനപരമായിട്ടുള്ള തുടർന്നുള്ള സഭാ ദിനങ്ങൾ ഉറപ്പുവരുത്തണം എന്ന നിർദ്ദേശമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. ഇതിനെയാണ് ഇപ്പോൾ പ്രതിപക്ഷം തള്ളുന്നത്. നാളെ പ്രതിപക്ഷ പാർട്ടി കക്ഷി നേതാക്കളുടെ യോഗം രാവിലെ 10 മണിക്ക് പാർലമെന്റിന്റെ ലൈബ്രറി ഹാളിൽ ചേരും. അവിടെ ഈ കൂടുതൽ എങ്ങനെയാണ് ശക്തമായിട്ടുള്ള പ്രതിഷേധം പാർലമെന്റിൽ സംഘടിപ്പിക്കുക എന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകും. 11 മണിക്ക് പാർലമെന്റ് ചേരുമ്പോൾ കഴിഞ്ഞ ദിവസത്തേതിന് സമാനമായിട്ട് കക്ഷി നേതാക്കൾ അടക്കമുള്ളവർ നടുത്തളത്തിലേക്ക് ഇറങ്ങുകയും ചെയറിനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യുകയാണ് ഇപ്പോഴത്തെ തന്ത്രം എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ആർക്കെ, അതോടൊപ്പം തന്നെ ഇതിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ മുഖ്യ ആസൂത്രകൻ എന്ന് സംശയിക്കുന്നത് എന്ന് പോലീസ് പറയുന്നത് ഈ ലളിത്ഷായാണ്. ഈ ലളിതിന്റെ മറ്റ് ബന്ധങ്ങളെക്കുറിച്ചൊക്കെയുള്ള അന്വേഷണം അത് ഏത് രീതിയിൽ നടക്കുന്നു? ഒപ്പം തന്നെ ഇവരുടെ മറ്റ് പ്രതികളുടെയൊക്കെ പശ്ചാത്തലം അത് സംബന്ധിച്ച് പുതിയ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ടോ? ലളിത അടക്കമുള്ളവരുടെ സാമൂഹിക കുടുംബ പശ്ചാത്തലത്തെ സംബന്ധിച്ച് പോലീസ് അന്വേഷണം ഇതിനകം നടത്തി കഴിഞ്ഞു. പോലീസ് പറയുന്നത് ലളിതയും മറ്റ് സംഘാംഗങ്ങളും അവരുടെ സാമൂഹിക കുടുംബ പശ്ചാത്തലം സ്വാഭാവികമായിട്ടും മറ്റേതെങ്കിലും ഒരു ക്രിമിനൽ പശ്ചാത്തലം ഇല്ലാത്തവരാണ് എന്നതാണ് ബോധ്യപ്പെട്ടിരിക്കുന്നത്. ഇതും മറ്റ് ചില സംഘങ്ങൾ ഇതിന് പിന്നിലുണ്ട്, അഥവാ മറ്റേതെങ്കിലും ശക്തികൾ ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിലുണ്ട് എന്ന സംശയം പോലീസിന് ബലപ്പെടുത്തുന്നു. കാരണം മുൻപ് ക്രിമിനൽ പശ്ചാത്തലം ഇല്ലാത്ത കുറെ ആളുകൾ ഒരുമിച്ച് ചേരുക, അവർ ഈ വിധത്തിലുള്ള ഒരു തന്ത്രത്തിലേക്ക് കാര്യങ്ങളെ എത്തിക്കുക, ഇത് ഒരിക്കലും സംഭവ്യമല്ല എന്നാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വിദഗ്ധമായിട്ടുള്ള ഒരു ആസൂത്രണം പിന്നിൽ നിൽക്കുന്ന ഒരു ശക്തിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് പോലീസ് കരുതുന്നു. അത് ദേശവിരുദ്ധ ശക്തിയാണ് എന്ന മുൻ നിലപാടിലേക്ക് തന്നെയാണ് പോലീസ് ഇതിന്റെ അടിസ്ഥാനത്തിൽ എത്തുന്നത്. ലളിതയെ ചോദ്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികൾ, പ്രാഥമികമായിട്ടുള്ള നടപടികളാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. ലളിത നൽകിയിട്ടിരിക്കുന്ന മൊഴികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് മറ്റു പ്രതികളുമായി മറ്റു പ്രതികൾ നൽകിയിട്ടുള്ള മൊഴികളുടെയും ശാസ്ത്രീയ വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ തുലനം ചെയ്തതിനു ശേഷം കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുമ്പോഴും ലളിതയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ സംഭരിക്കാൻ സാധിക്കുമെന്നാണ് ഇതിന്റെ ഭാഗമായിട്ട് പോലീസ് കരുതുന്നത്. ഫോൺ നശിപ്പിച്ചത് എന്തിനാണ്, ഫോണിലേക്ക് വന്ന കോളുകൾ സംബന്ധിച്ചും ഫോണിൽ സൂക്ഷിച്ചിരുന്ന രേഖകൾ സംബന്ധിച്ചും ഉള്ള വിവരങ്ങൾ, അത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ കൂടി ലളിതയിൽ നിന്ന് അറിയേണ്ടതുണ്ട്. ഇനി അഥവാ ഈ നശിപ്പിക്കപ്പെട്ട ഫോണിൽ നിന്നുള്ള രേഖകൾ വീണ്ടെടുക്കാൻ ഏതെങ്കിലും മാർഗത്തിൽ സാധിക്കുമോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. സേവനദാതാക്കളെ അടക്കമുള്ളവരെ ബന്ധപ്പെട്ടിട്ടുണ്ട് പോലീസ്. ഇവരുടെ ഫോൺ കോളുകൾ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ ഇതിനകം പോലീസിന്റെ പക്കൽ ഉണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയാണ്. ഈ ഫോൺ കോൾ ഏത് വിധത്തിലാണ്, അഥവാ തെറ്റിദ്ധരിപ്പിക്കുന്ന നടപടികളുടെ ഭാഗമായിട്ട് ഉള്ള കോളുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ച് മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലാണ് പോലീസിലുള്ളത്. ഏതായാലും വ്യക്തമായിട്ടുള്ള ഒരു ചിത്രം പോലീസിന് മുന്നിൽ ഇപ്പോഴും ഈ കേസുമായി ബന്ധപ്പെട്ട് തെളിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ആർ രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. പാർലമെന്റ് ആക്രമണത്തിൽ സ്പീക്കറുടെ അണനയ നീക്കങ്ങൾ തള്ളി പ്രതിപക്ഷം. സ്പീക്കറുടെ കത്തിൽ തങ്ങൾ ഉന്നയിച്ച വിഷയങ്ങൾക്ക് മറുപടി ഇല്ല എന്നാണ് ആരോപണം. പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ സഭയിൽ പ്രസ്താവന നടത്തണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുകയാണ് പ്രതിപക്ഷം. തുടർന്നും സഭയിൽ ശക്തമായ പ്രതിഷേധം ഉയർത്താനാണ് തീരുമാനം. നാളെ പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ 10 മണിക്ക് യോഗം ചേരുന്നുമുണ്ട്. തെരച്ചിൽ തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞിട്ടും വയനാട്ടിലെ നരഭോജി കടുവയെ പിടികൂടാൻ കഴിഞ്ഞില്ല. കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ നിന്ന് 2 RRT സംഘങ്ങൾ കൂടി വയനാട്ടിലെത്തും. ഇന്നലെ കൂടല്ലൂർ കവലയ്ക്ക് മുകളിലായി ഒരു കൂട് കൂടി സ്ഥാപിച്ചിട്ടുണ്ട്. ഇതോടെ കൂടുകളുടെ എണ്ണം 4 ആയി. ക്യാമറ ട്രാപ്പുകൾ പരിശോധിച്ച് കാൽപ്പാടുകൾ നോക്കിയാണ് തെരച്ചിൽ. BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ ഇന്ന് പ്രജീഷിന്റെ വീട്ടിൽ എത്തുന്നുണ്ട്. കല്ലൂർകുന്ന് ഞാറ്റാടിയിൽ പശുവിന് നേരെ കടുവയുടെ ആക്രമണം ഉണ്ടായതായി നാട്ടുകാർ പറയുന്നു. വാഗയിൽ സന്തോഷിന്റെ പശുവിനെയാണ് കടുവ കൊന്നത്. ഇന്നലെ രാത്രി 12 മണിയോടെയാണ് സംഭവം. സ്ഥലത്ത് വനപാലകർ പരിശോധന നടത്തി. സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി. സുർജിത്ത്, ഈ തെരച്ചിൽ ഒരു ഭാഗത്ത് നടക്കുകയാണ്, പക്ഷേ കൃത്യമായി കടുവയെ ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. മാത്രമല്ല വളരെ പെട്ടെന്ന് കടുവ നീങ്ങുന്നു എന്നാണ് ഈ വിദഗ്ധ സംഘത്തിന്റെ വിലയിരുത്തൽ. അതേസമയമാണ് മറ്റിടങ്ങളിലും വന്യമൃഗ ആക്രമണം ഉണ്ടാകുന്നുണ്ട് എന്ന വാർത്തകളും വരുന്നത്. ഇതെല്ലാം എങ്ങനെയാണ് നിലവിൽ വയനാട്ടിലെ ജനങ്ങളെ ആശങ്കപ്പെടുന്നത്? ഒപ്പം തന്നെ അതിൽ എങ്ങനെയാണ് അധികൃതർ ഇടപെടുന്നത്?
പ്രജിൻ, ഇന്നലെ രാത്രിയാണ് ഒടുവിൽ കടുവയുടെ ആക്രമണം ഉണ്ടായതായുള്ള വിവരം ലഭിച്ചത്. ഇന്നലെ രാത്രി 12 മണിയോടുകൂടി ഞാറ്റാടി എന്ന് പറയുന്ന പ്രദേശമുണ്ട്. അത് ഈ ആക്രമണം നടന്ന, അതായത് യുവാവ് പ്രജീഷിനെ കൊലപ്പെടുത്തിയ സ്ഥലത്തിന്റെ ഏതാണ്ട് 5 കിലോമീറ്റർ അകലെയാണ് ഈ ഞാറ്റാടി എന്ന് പറയുന്ന പ്രദേശം. ആ പ്രദേശത്ത് വാഗയിൽ സന്തോഷ് എന്ന ആളുടെ പശുവിനെയാണ് കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. മുറ്റത്ത് കടുവ ആക്രമിക്കുന്നത് കണ്ട് ആ ശബ്ദം കേട്ടാണ് വീട്ടുകാർ ഉണർന്നത്. ഈ ഞാറ്റാടി എന്ന് പറയുന്ന പ്രദേശത്ത് കഴിഞ്ഞ ദിവസം കടുവ ഇറങ്ങിയിരുന്നു. അതിന്റെ കാൽപ്പാടുകൾ ഉൾപ്പെടെ കണ്ടെത്തിയിരുന്നു. മാത്രമല്ല തൊട്ടടുത്തുള്ള വയലിൽ ഈ കാൽപ്പാടുകൾ പതിഞ്ഞിരുന്നു. ഒപ്പം തന്നെ കാഷ്ടവും ലഭിച്ചിരുന്നു. ഇതെല്ലാം തന്നെ ചെറിയ കടുവയാണ് എന്നുള്ള തരത്തിലുള്ള വിവരമാണ് വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ലഭിച്ചത്. ഈ 13 വയസ്സ് പ്രായമുള്ള WL45 എന്ന പേരുള്ള കടുവയാണ് ഈ ഇവിടെയുള്ളത്, അതായത് ഈ യുവാവിനെ ആക്രമിച്ചത്. ഇത് രണ്ട് കടുവയാണെന്നുള്ള തരത്തിലുള്ള വിവരമാണ് വനംവകുപ്പിൽ നിന്ന് ലഭ്യമായത്. എന്തായാലും ഇതിനിടയിലാണ് ഇത്തരത്തിൽ സംഭവം ഉണ്ടായിരിക്കുന്നത്. വീണ്ടും ഒരു കടുവയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ആളുകളെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ഭീതിയുണ്ട്. വയനാടിന്റെ പല ഭാഗങ്ങളിലും പ്രത്യേകിച്ച് മേറ്റിംഗ് സീസണാണ്. അതുകൊണ്ട് തന്നെ ഈ കടുവകൾ ഇറങ്ങാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വനംവകുപ്പ് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതിനിടയിലാണ് ഈ സംഭവം ഉണ്ടായത്. നേരത്തെ കഴിഞ്ഞ ദിവസം ചുളുക്കയിൽ സമാനമായ രീതിയിൽ തന്നെ കടുവ പശുവിനെ ആക്രമിച്ച് കൊന്നിരുന്നു. അതിന് സമാനമായ സ്ഥിതിയാണ് ഞാറ്റാടിയിൽ ഉണ്ടായത്. എന്തായാലും കൂടുതൽ RRT സംഘങ്ങൾ എത്തുന്നുണ്ട്. 2 ഗ്രൂപ്പുകളാണ് ഇന്ന് എത്തുന്നത്. കോഴിക്കോട് നിന്നും കണ്ണൂരിൽ നിന്നുള്ള RRT സംഘങ്ങളുടെ നേതൃത്വത്തിലാണ് തെരച്ചിൽ നടത്തുന്നത്. 4 കൂടുകളായി ഇപ്പോൾ സ്ഥാപിച്ചിരിക്കുന്നത് 4 കൂടുകളായി കൂടുതൽ ക്യാമറ ട്രാപ്പുകൾ എത്തിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ട്രാക്ക് ചെയ്തുകൊണ്ട് കടുവയെ പിന്തുടർന്ന് പിടികൂടാനുള്ള നീക്കമാണ് നടക്കുന്നത്. മേഖല എന്ന് പറയുന്നത് ഈ പൊന്തക്കാടുകളും കാപ്പിത്തോട്ടങ്ങളും നിറഞ്ഞ മേഖലയാണ്. അതാണ് ഏറ്റവും ദുഷ്കരമായ, ഈ കടുവയെ പിടികൂടുന്നതിന് ദൗത്യത്തിന് ഏറ്റവും ദുഷ്കരമായ സന്ദർഭം. 60 മീറ്റർ വരെ കടുവയുടെ അടുത്തെത്തിയതാണ് വനപാലക സംഘം കഴിഞ്ഞ ദിവസം, അതായത് ദൗത്യം തുടങ്ങി 3-ാം ദിവസം. പക്ഷെ കടുവയെ പിടികൂടാൻ കഴിഞ്ഞില്ല. ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ ധാരാളം ഉണ്ടെങ്കിലും കടുവയ്ക്കായുള്ള തിരച്ചിലും അന്വേഷണവും വനംവകുപ്പ് തുടരുകയാണ്. പ്രജിത്ത്. ശരി, സുജിത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്. SFI പ്രതിഷേധങ്ങളെ വെല്ലുവിളിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എത്തിയതോടെ കനത്ത സുരക്ഷയിലാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. സർവകലാശാലയ്ക്ക് അകത്തും പുറത്തുമായി 200ഓളം പോലീസുകാരാണ് ഇപ്പോൾ സുരക്ഷയ്ക്കായി വിന്യസിച്ചിരിക്കുന്നത്. ഏറ്റവും പുതിയ അപ്ഡേറ്റുകളുമായി അരുൺ പാറക്കിൽ ചേരുന്നുണ്ട്. അരുൺ, നിലവിൽ കനത്ത സുരക്ഷ തന്നെ ഒരുക്കിയിട്ടുണ്ട് യൂണിവേഴ്സിറ്റിയിൽ. ഇന്നിപ്പോൾ പ്രതിഷേധം കടുപ്പിക്കാൻ SFIയും തീരുമാനിക്കുന്നു. ഇന്ന് എന്തൊക്കെയാണ് ഗവർണറുടെ ഈ ജില്ലയിലെ പരിപാടികൾ? പ്രജിൻ, സർവകലാശാലയ്ക്കകത്തും പുറത്തുമായി കനത്ത സുരക്ഷ ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. മലപ്പുറം SP എസ് ശശിധരൻ ഇന്നലെ രാത്രി മുതൽ ഗവർണർ താമസിക്കുന്ന ഗസ്റ്റ് ഹൗസിൽ തന്നെയുണ്ട്. SP നേരിട്ട് ഈ സുരക്ഷ വിലയിരുത്തുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല 2 DYSPമാരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് സുരക്ഷ ഒരുക്കിയിരിക്കുന്നത്. സർവകലാശാലയ്ക്കകത്തും പുറത്തുമായി ഏകദേശം 200-ലധികം പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ട്. ഒരു കാരണവശാലും അകത്തേക്ക് പ്രതിഷേധക്കാർ കടക്കാതിരിക്കാനുള്ള എല്ലാവിധ മുൻകരുതലുകളും പോലീസ് സ്വീകരിച്ചിരിക്കുന്നു. ഈ സർവകലാശാലയ്ക്കകത്തെ ഗസ്റ്റ് ഹൗസിനോട് ചേർന്ന് തന്നെ തൊട്ടുപുറകിലാണ് ആൺകുട്ടികളുടെ ഹോസ്റ്റലുള്ളത്. ഈ ഹോസ്റ്റലിൽ SFIക്കാർ തമ്പടിക്കാതിരിക്കാനുള്ള എല്ലാവിധത്തിലുള്ള മുൻകരുതലുകളും പോലീസ് നേരത്തെ തന്നെ സ്വീകരിച്ചിരുന്നു. SP തന്നെ നേരിട്ട് ഈ കാര്യങ്ങളൊക്കെ തന്നെ സന്ദർശിച്ച് തന്നെ വിലയിരുത്തിയിരുന്നു. എന്തായാലും ഗവർണർ ഇന്ന് 11 മണിയോടുകൂടി സർവകലാശാലയ്ക്ക് പുറത്തിറങ്ങും, ഗസ്റ്റ് ഹൗസിന് പുറത്തിറങ്ങും. തുടർന്ന് ഒരു സ്വകാര്യ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി കോഴിക്കോട്ടേക്ക് പോകും. കോഴിക്കോട് ട്രേഡ് സെന്ററിലാണ് ഈ ഒരു വിവാഹ ചടങ്ങുള്ളത്. അവിടേക്ക് പോകും. ആ സമയത്ത് SFIക്കാർ റോട്ടിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രതിഷേധം ഉയർത്താനുള്ള കരിങ്കൊടി പ്രതിഷേധം പോലുള്ള പ്രതിഷേധം ഉണ്ടാവാനുള്ള സാധ്യത കണക്കിലെടുത്ത് പോലീസ് വലിയ സുരക്ഷാ സന്നാഹം ആ ഭാഗങ്ങളിലുമൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ശക്തമായ പ്രതിഷേധം ഇന്നും ഉണ്ടാവും എന്നൊരു കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല. SFIയുടെ മലപ്പുറം, കോഴിക്കോട് ജില്ലാ കമ്മിറ്റികൾ കേന്ദ്രീകരിച്ചാണ്, അവരുടെ നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധങ്ങളൊക്കെ തന്നെ നടത്തുന്നത്. അതിനുള്ള തയ്യാറെടുപ്പുകളാണ് സംസ്ഥാന നേതൃത്വം കൈക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും റോഡുകളിൽ ഈ സർവകലാശാലയിൽ നിന്ന് കോഴിക്കോട്ടേക്കുള്ള റോട്ടിൽ, ആ ദേശീയപാതയിൽ, തൃശ്ശൂർ കോഴിക്കോട് ദേശീയപാതയിൽ ശക്തമായ പ്രതിഷേധമുണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കരിങ്കൊടി പ്രതിഷേധം പോലുള്ള കാര്യങ്ങളിലേക്ക് കടക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ സമയം ഗവർണർ കാറിൽ നിന്ന് പുറത്തിറങ്ങി SFIക്കാരെ നേരിടാൻ തയ്യാറാകുമോ എന്നുള്ളതാണ് ഗവർണർ പറഞ്ഞിരിക്കുന്നത്. ഞാൻ അത്തരത്തിലുള്ള നിലപാടിലേക്ക് പോകുമെന്നുള്ളതാണ്. എന്തായാലും ഗവർണർ ഒരു പരിഹാസ രൂപേണയാണ് ഈ സമരക്കാരെ നേരിടുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രജിൻ. ശരി, അരുൺ പാറക്കിലാണ് വിശദാംശങ്ങൾ നൽകിയത് മലപ്പുറത്ത് നിന്നും. നീണ്ട ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം രൂക്ഷമാകുന്നു. നിലവിൽ കോവിഡ് കേസുകളുടെ എണ്ണം 1000-ലധികമാണ്.
കോവിഡ് പരിശോധിക്കുന്നവരെക്കാൾ പനിക്ക് സ്വയം ചികിത്സിക്കുന്നവരാണ് ഏറെയും. ഇന്നലെ 2 കോവിഡ് മരണങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്തതോടെ ആശങ്ക വർദ്ധിക്കുകയാണ്. കഴിഞ്ഞ കുറേ നാളുകളായി സംസ്ഥാനത്ത് പകർച്ചപ്പനി വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. എന്നാൽ പനി ബാധിതരിൽ ഇന്ന് അനുഭവപ്പെടുന്ന ലക്ഷണങ്ങളിലേറെയും കോവിഡിന് സമാനമാണ്. ഒരുപക്ഷെ അത് കോവിഡ് തന്നെയായിരിക്കാം. കാരണം കണക്കുകൾ അങ്ങനെ പറയുന്നു. വിട്ടുമാറാത്ത ചുമയും തൊണ്ടയിലെ അസ്വസ്ഥതയും ഒപ്പം കടുത്ത ക്ഷീണവും ഇതായിരിക്കും ഇന്ന് പലരും നേരിടുന്ന പ്രശ്നങ്ങൾ. ഇതിനു പുറമെ അടുത്ത് ഇടപഴകുന്നവരിലേക്ക് പെട്ടെന്ന് പനി വ്യാപിക്കുന്നു. കോവിഡ് പരിശോധിക്കുന്നവരെക്കാൾ കൂടുതൽ സ്വയം ചികിത്സിക്കുന്നവരാണ് ഏറെയും. അവർ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ 1000-ലധികമാണ് കോവിഡ് ബാധിതർ. ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്ത 1492 കോവിഡ് ആക്റ്റീവ് കേസുകളിൽ 1324 എണ്ണം കേരളത്തിലാണ്. കഴിഞ്ഞ ദിവസം രാജ്യത്ത് സ്ഥിരീകരിച്ച 339 പ്രതിദിന കോവിഡ് ബാധിതരിൽ 298 പേരും കേരളത്തിൽ നിന്നുള്ളവരാണ്. ഈ ഡിസംബർ മാസത്തിൽ മാത്രം രാജ്യത്ത് 10 പേരാണ് കോവിഡ് ബാധിച്ച് മരിച്ചത്. ഇതിൽ 5 പേരും കേരളത്തിൽ നിന്നുള്ളവർ. മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ ചുരുക്കം പരിശോധനകളെങ്കിലും നടക്കുന്നത് കൊണ്ടാണ് കോവിഡ് കേസുകളിൽ കേരളം മുന്നിൽ വരുന്നത്. വാക്സിൻ പ്രതിരോധമുള്ളതിനാൽ കോവിഡ് ബാധിതരിൽ വൈറസ് ഗുരുതരമാകുന്നില്ല. എന്നാൽ പ്രായമായവരും ഗർഭിണികളും അതീവ ജാഗ്രത പുലർത്തണമെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ നിർദ്ദേശം. തിരുവനന്തപുരത്ത് നിന്ന് MG പ്രതീഷ്, 24. ശബരിമലയിൽ അനിയന്ത്രിത തിരക്കിന് ശമനമായതോടെ ദർശനം നടത്തി തീർത്ഥാടകർ. വെള്ളി ശനി ദിവസങ്ങളിൽ സാധാരണയായി ഉണ്ടാകാറുള്ള തിരക്ക് ഈ ആഴ്ചയുണ്ടായില്ല. ഇന്ന് പരമാവധി ബുക്കിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മണിക്കൂറിൽ ശരാശരി 4000-ലധികം ആളുകളെ 18-ാം പടി കയറ്റുന്നുണ്ട്. പരീക്ഷാകാലമായതിനാലാണ് തിരക്കിന് ശമനമെന്നാണ് വിലയിരുത്തൽ. ക്രിസ്മസ്, പുതുവത്സര അവധികളുടെ ഭാഗമായി 20 മുതൽ വീണ്ടും തിരക്ക് ഉണ്ടാവുമെന്നാണ് കണക്കുകൂട്ടൽ. ധനു 1-ന്റെ ഭാഗമായി ഇന്ന് പ്രത്യേക പൂജകൾ നടക്കും. കേരളത്തിൽ ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യത. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. 10 ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. മഴയ്ക്കൊപ്പം കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്കേർപ്പെടുത്തി. തമിഴ്നാട്ടിൽ ഇന്ന് 4 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്. തിരുനെൽവേലി, കന്യാകുമാരി, തൂത്തുക്കുടി, തെങ്കാശി ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട്. നേരത്തെ തീരദേശ മേഖലയിലെ 10 ജില്ലകൾക്കാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരുന്നത്. ഇന്ന് 8 ജില്ലകളിൽ യെല്ലോ അലേർട്ടും നൽകിയിട്ടുണ്ട്. നാളെ രാമനാഥപുരം, തിരുനെൽവേലി, കന്യാകുമാരി, തൂത്തുക്കുടി ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു. ചെന്നൈ ഉൾപ്പെടെയുള്ള ജില്ലകളിൽ മിതമായ മഴ ലഭിക്കുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. കുവൈറ്റ് അമീറിന്റെ നിര്യാണത്തിൽ UAE അനുശോചനം രേഖപ്പെടുത്തി. രാജ്യത്ത് 3 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഖത്തറും ഒമാനും ഈജിപ്തും 3 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചു. 3 ദിവസമാണ് രാജ്യത്ത് ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. രാജ്യത്ത് ദേശീയ പതാകകൾ താഴ്ത്തിക്കെട്ടാൻ UAE പ്രസിഡന്റ് ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 6 പതിറ്റാണ്ടോളം രാജ്യത്തെ ആത്മാർത്ഥതയോടെ സേവിച്ച വ്യക്തിയായിരുന്നു ഷെയ്ഖ് നവാഫ് എന്ന UAE വൈസ് പ്രസിഡന്റ്, പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം സമൂഹ മാധ്യമമായ എക്സിൽ കുറിച്ചു. UAEക്ക് പുറമെ ഖത്തറും ഒമാനും ഈജിപ്തും 3 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒമാനിൽ പൊതു സ്വകാര്യ മേഖലകളിലെ എല്ലാ സ്ഥാപനങ്ങൾക്കും ഇന്നു മുതൽ അവധിയാണ്. ഓഫീസുകൾ ചൊവ്വാഴ്ച മുതൽ സാധാരണ നിലയിൽ പ്രവർത്തിക്കും. ഔദ്യോഗിക ദുഃഖാചരണത്തിന്റെ ഭാഗമായി എല്ലായിടത്തും ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടും. അറബ് ഇസ്ലാം രാജ്യങ്ങളെ ഏറെ പിന്തുണച്ചിരുന്ന നേതാവിനെയാണ് നഷ്ടമായതെന്ന് ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ സീസി പറഞ്ഞു. ജ്ഞാനിയായ നേതാവിനെയാണ് രാജ്യത്തിന് നഷ്ടമായതെന്ന് ഖത്തർ അമീർ പ്രസ്താവനയിൽ പറഞ്ഞു. 24 ദുബായ്.
നിയമലംഘകർക്കെതിരെ പരിശോധന കർശനമാക്കി സൗദി. ഒരാഴ്ചക്കിടെ 18,000-ൽ അധികം നിയമലംഘകർ പിടിയിലായി. 10,000-ലേറെ നിയമലംഘകരെ നാടുകടത്തി. നിയമലംഘകർക്ക് തൊഴിൽ, താമസം, യാത്ര തുടങ്ങിയ സഹായം നൽകിയാൽ 15 വർഷം വരെ തടവും 10 ലക്ഷം റിയാൽ വരെ പിഴയും ശിക്ഷ ലഭിക്കുമെന്നാണ് അറിയിപ്പ്. 18,428 നിയമലംഘകരാണ് സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ പോലീസ് പിടിയിലായത്. ഡിസംബർ 7-നും 13-നും ഇടയിലെ ഇതു സംബന്ധമായ റിപ്പോർട്ട് സൗദി ആഭ്യന്തര മന്ത്രാലയം പുറത്തുവിട്ടു. പിടിയിലായവരിൽ കൂടുതലും താമസ നിയമം ലംഘിച്ചവരാണ്. 11,664 താമസ നിയമലംഘകരും 4,301 അതിർത്തി സുരക്ഷാ നിയമലംഘകരും പിടിയിലായപ്പോൾ 2,463 തൊഴിൽ നിയമലംഘകരെയും അറസ്റ്റ് ചെയ്തു. ഇതിനു പുറമെ അയൽരാജ്യങ്ങളിൽ നിന്നും സൗദിയിലേക്ക് നുഴഞ്ഞുകയറാൻ ശ്രമിക്കുന്നതിനിടെ 1000 പേരെ അറസ്റ്റ് ചെയ്തു. ഇതിൽ 36% യമനികളും 62% എത്യോപ്യക്കാരും 2% മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവരുമാണ്. സൗദിയിൽ നിന്ന് അനധികൃതമായി മറ്റു രാജ്യങ്ങളിലേക്ക് കടക്കാൻ ശ്രമിച്ച 61 പേരും പിടിയിലായി. നിയമലംഘകർക്ക് തൊഴിൽ, താമസം, യാത്ര തുടങ്ങിയ സഹായം നൽകിയതിനും ബിനാമി ബിസിനസ്സുകളിൽ ഏർപ്പെട്ടതിനും 11 പേരെ അറസ്റ്റ് ചെയ്തു. 5,994 സ്ത്രീകൾ ഉൾപ്പെടെ 51,600 പേരാണ് ഇപ്പോൾ നിയമ നടപടികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ 46,507 പേരെ നാടുകടത്താനുള്ള യാത്രാരേഖകൾ ശരിയാക്കാൻ ബന്ധപ്പെട്ട എംബസികളോട് ഡീപ്പോർട്ടേഷൻ സെന്റർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2,044 പേരെ നാടുകടത്താനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായി. വിദേശികളായ 10,249 നിയമലംഘകരെ നാടുകടത്തിയതായും ആഭ്യന്തര മന്ത്രാലയം വെളിപ്പെടുത്തി. നിയമലംഘകർക്ക് തൊഴിൽ, താമസം, യാത്ര തുടങ്ങിയ സഹായം നൽകിയാൽ 15 വർഷം വരെ തടവും 10 ലക്ഷം റിയാൽ വരെ പിഴയും ശിക്ഷ ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പ്. കൂടാതെ യാത്രാ സൗകര്യം നൽകിയ വാഹനങ്ങളും താമസ സൗകര്യം നൽകിയ കെട്ടിടങ്ങളും കണ്ടുകെട്ടുകയും ചെയ്യും. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. ടെഡെക്സിനൊരുങ്ങി ദുബായ്. ഇന്ന് നോളജ് സിറ്റിയിലാണ് പരിപാടി. ലോകത്ത് വിവിധ വിഷയങ്ങളിൽ കഴിവ് തെളിയിച്ച 12 പേർ സംസാരിക്കും. ഇന്ത്യയിൽ നിന്ന് 3 പേരാണ് പരിപാടിയുടെ ഭാഗമാവുക. ടെക്നോളജി, എഡ്യൂക്കേഷൻ, ഡിസൈൻ അഥവാ ടെഡ് വിവിധ വിഷയങ്ങളിൽ കഴിവ് തെളിയിച്ച ആളുകൾക്ക് അവരുടെ ജീവിതാനുഭവങ്ങൾ ലോകത്തിന് പ്രചോദനമാകുന്ന തരത്തിൽ അവതരിപ്പിക്കാൻ അവസരം നൽകുന്ന ടെഡെക്സിന് വേദിയാകാൻ ഒരുങ്ങിയിരിക്കുകയാണ് ദുബായ്. ദുബായ് നോളജ് സിറ്റിയിലാണ് പരിപാടി നടക്കുക. പ്രവാസി മലയാളിയായ പൂജ ഉണ്ണിയുടെ ഹാപ്പിനെസ് പ്രോജക്റ്റാണ് ഇത്തവണ ടെഡെക്സ് ദുബായിൽ സംഘടിപ്പിക്കുന്നത്. ടെഡെക്സിന്റെ ആദ്യ മലയാളി സംഘാടക കൂടിയാണ് പൂജ. ദുബായിൽ ടെഡ് നേരിട്ട് നടത്തുന്ന പരിപാടിക്ക് വഴിയൊരുക്കുകയാണ് ലക്ഷ്യമെന്നും പ്രവാസി എന്ന നിലയിൽ തനിക്ക് വലിയ അഭിമാനം പകരുന്ന നിമിഷമാണിതെന്നും പൂജ ഉണ്ണി ദുബായിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇപ്പോഴാണ് മനസ്സിലായത് കുറേ സ്പീക്കർ ഇൻട്രസ്റ്റും കുറേ ടാലൻറ്റഡ് ഇൻഡിവിജ്വൽസ് ഉണ്ട്. നമ്മൾ ഈ കാണുന്ന സോഷ്യൽ മീഡിയയിൽ കാണുന്ന അല്ലാതെ വി ഹാവ് സോ മെനി സക്സസ് സ്റ്റോറീസ് ദാറ്റ് നീഡ്സ് ടു ബി ഷെയർഡ് വിത്ത് ദ വേൾഡ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ടെഡെക്സ് ഹാപ്പിനെസ് സ്ട്രീറ്റ് എന്ന കോൺസെപ്റ്റിലേക്ക് വരുന്നതും. ആൻഡ് വന്നിട്ട് ശേഷമാണ് അറിയുന്നത് ദാറ്റ് ഐ ആം ദ ഫസ്റ്റ് മലയാളി ടു ഡു ഇറ്റ് ഇൻ UAE, ഐ തിങ്ക് ഓൾസോ ഇൻ ദ മിഡിൽ ഈസ്റ്റ്. ആൻഡ് വളരെ സന്തോഷം എന്ന് വെച്ചാൽ ഞാൻ ഇവിടെയാണ് ജനിച്ചു വളർന്നത്. അപ്പോൾ ഇത് തിരിച്ച് എനിക്ക് ഈ കൺട്രിക്ക് തിരിച്ച് കൊടുക്കാൻ പറ്റിയ ഒരു വലിയൊരു ഗിഫ്റ്റ് എന്ന രീതിയിലാണ് ഞാനത് കാണുന്നത്. നമ്മുടെ ഇവൻറ്റിന് നമുക്ക് മലയാളീസ് ഉണ്ട്, ഡെഫിനറ്റ്ലി ഉണ്ട്. നമുക്ക് വി ഹാവ് 3 സ്പീക്കേഴ്സ് ഉണ്ട് മലയാളീസായിട്ട്. പിന്നെ ലോകത്തുനിന്ന് പല സ്ഥലത്തു നിന്നും വന്ന മൾട്ടിനാഷണൽ ആൾക്കാരും സ്പീക്കേഴ്സായിട്ട് നമ്മുടെ പാനലുണ്ട്. പരിപാടിയിൽ അറബ് ലോകത്തെ പ്രശസ്ത മെന്റലിസ്റ്റും ഇല്യൂഷനിസ്റ്റുമായ മൊയ്നൽ ബസ്തഗി ഉൾപ്പെടെ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്നുള്ള 12 ആളുകൾ സംസാരിക്കും. ഇന്ത്യയിൽ നിന്നും 3 പേർ പരിപാടിയിൽ സംസാരിക്കാൻ എത്തിയിട്ടുണ്ട്. 24 ദുബായ്. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഏകദിന പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. ഉച്ചയ്ക്ക് 1:30 ജോഹന്നാസ്ബർഗിലെ വാൻട്രസ് സ്റ്റേഡിയത്തിലാണ് ആദ്യ മത്സരം. ലോകകപ്പ് ഫൈനലിലെ തോൽവിക്ക് ശേഷം ആദ്യമായാണ് ഇന്ത്യ ഏകദിന മത്സരത്തിനായി ഇറങ്ങുന്നത്. രോഹിത് ശർമ്മയുടെയും വിരാട് കോഹ്ലിയുടെയും അഭാവത്തിൽ KL രാഹുലാണ് ഇന്ത്യയെ നയിക്കുക. 2020 പരമ്പരയിൽ നിന്നും തികച്ചും വ്യത്യസ്ത ടീമുമായാണ് ഇന്ത്യ ഏകദിന പോരാട്ടത്തിനിറങ്ങുക. ഇഷാൻ കിഷന്റെ അഭാവത്തിൽ മലയാളി താരം സഞ്ജു സാംസൺ പ്ലേയിങ് 11-ൽ ഇടം നേടിയേക്കും. പ്രഭാത വാർത്ത പൂർത്തിയാവുന്നു.